ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ രണ്ടാമത്തെ പാട്ടാണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ പിന്നെ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നൊരു ചെറിയൊരു കറക്കം. അപ്പോൾ നമ്മൾ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് റൂമിൽ നിന്ന് അച്ഛൻ്റെ ഡിപ്പോയിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് നടന്ന് ഇനി നമ്മൾ അച്ഛനെ കാണാനായിട്ട് പോവാണ്. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ടാസ്ക്കാണ് ഗൈസ്. കാരണം റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബാക്ക് സൈഡിൽ കൂടിയാണ് ഡിപ്പോയിൻ്റ് കയറിയത്. ഇനി ഇവിടെ നിന്ന് നേരെ നടന്ന് നമ്മൾ ഡിപ്പോൻ്റെ ഫ്രണ്ടിൽ KSRTC സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ പോകണം. അപ്പോൾ അതൊരു വലിയൊരു നടത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും കുഞ്ഞും കൂടെ പതുക്കെ ഒന്ന് നടക്കാമെന്ന് വെച്ചു. കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ. കാരണം നമുക്കിപ്പോൾ സ്കൂട്ടി പിടിച്ചൊന്നും ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല, നമ്മുടെ കയ്യിലില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ നടക്കാൻ ഒക്കെ തുടങ്ങിയതിട്ടാ. ഇവിടെ നിന്നാണ് ഫസ്റ്റ് നടക്കാനായിട്ട് എന്താ പറയുക, കുറച്ച് കാലങ്ങളായി ഞാൻ നടന്നിട്ട് ഇതേപോലെ നടന്നിട്ടാ. അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കറക്കം. അച്ഛൻ ഡബിൾ ഡക്കറിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അച്ഛൻ വരുന്നില്ല, ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോണത്. അപ്പോൾ ആദ്യം പോയിട്ട് അച്ഛനെ കണ്ടുപിടിക്കണം. അച്ഛനെ കണ്ടുപിടിക്കാൻ അത്ര നമ്മൾ ടാസ്ക് ഒന്നും പെട്ടില്ല. കാരണം KSRTC സ്റ്റാൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഡബിൾ ഡക്കറിൽ കയറണമെങ്കിൽ തന്നെ പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് ഏതാ സീറ്റ് എന്നൊക്കെ ഉറപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ടാണ് തിരിച്ച് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആ നിൽക്കണതാണ് ഡബിൾ ഡക്കറിലെ ഡ്രൈവർ. അപ്പോൾ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ സംസാരിക്കണേന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾ ഈ ദൂരത്ത് നിന്ന് അങ്ങനെ എടുക്കുന്നത്. അപ്പം ഈ പുതിയ ഡ്രൈവറിനാണെങ്കിൽ, പുതിയ ഡ്രൈവറല്ല അവിടുത്തെ ഡ്രൈവറിനാണെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നില്ല. ഡ്രൈവർ എന്തോ പറഞ്ഞു അച്ഛനോട് കൊണ്ടുവരാനായിട്ട്. പക്ഷെ അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നില്ല. അപ്പം 4 മണി to 10 മണി വരെയുള്ള ഒരു ചെറിയൊരു ഡ്യൂട്ടി എടുത്തിട്ട് അച്ഛൻ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കൊണ്ട് വണ്ടിയും സാധനങ്ങളൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നൈസായിട്ടൊന്ന് ചെറിയൊരു മഴയൊക്കെ വരുന്നുണ്ട്. മഴ വന്നാലും സീൻ ഇല്ല എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനായിട്ട്, അച്ഛൻ ഇതുവരെ വണ്ടി ഓടിച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം. അച്ഛൻ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത്, അച്ഛൻ ആദ്യമായിട്ടല്ല, ഞങ്ങൾ അച്ഛൻ ആദ്യമായിട്ട് ഓടിക്കണത് കാണുമ്പോൾ ഒരു സന്തോഷം. അത് നമ്മുടെ റോഡ് സൈഡിലൊന്നുമല്ല, അവിടുത്തെ ഗ്രൗണ്ടിലാണ് ഓടിക്കണത്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുകയാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ റൂമുള്ള സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നടത്തത്തിൻ്റെ ഒരു ഇത് നടത്തം എന്ന് പറയേണ്ട അമ്മാരി നടത്തായിരുന്നു, ഉപ്പാടളകി വയസ്സ്. അങ്ങനെ അച്ഛൻ ഓടിക്കണത് കാണാനായിട്ട് എടുത്തിട്ടും എൻ്റെ ഫോണിന് മടുക്കണില്ല. അല്ലെങ്കിൽ എനിക്ക് മടുക്കണില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാരണം ഒരു അതിശയം. അങ്ങനെ കുഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞ് കയറി ഇരിക്കട്ടോ. അപ്പം ഞാൻ എങ്ങോട്ടും പോയില്ല. കാരണം ഈ വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവണില്ല. ഇനി കിട്ടിയോ ഇല്ലേ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇതായിപ്പോയിട്ടോ. അങ്ങനെ നമ്മൾ ഇനി നേരെ ഇത് വണ്ടി ഇപ്പോൾ ഇടുന്നോണ്ടാണ് ഇങ്ങനെ കാണാൻ കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ നമ്മുടെ ടൈം കളയേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ ഈ വണ്ടി നിർത്തിയെടുത്ത് നമ്മുടെ കർണാടകക്കാരുടെ വണ്ടി കെടുക്കണത്, KSRTC കെടുക്കണ കണ്ടത്. അപ്പോൾ ഇതിലൊന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. കാരണം വോൾവോ അങ്ങനെ പണ്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ കയറണമെന്ന്. പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല. പക്ഷേ ഇത് കെടുക്കണം കണ്ടപ്പം ആകെ ലോക്ക്ഡാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഡ്രൈവറോ അതിൻ്റെ അസിസ്റ്റൻറ്റോ ആരോ ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊന്ന് കയറി ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും അവിടെ നിന്ന് നേരെ ഡബിൾ ഡക്കർ കാണാൻ പോയി. ഡബിൾ ഡക്കർ കാണാനൊന്നുമില്ല, ജസ്റ്റ് അവിടെ കെടുക്കണം കണ്ടപ്പോൾ ഒന്ന് നോക്കി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവിടെ തന്നെ നിർത്തിയിട്ടിരിക്കണം. കാരണം നമ്മൾ അധികം അങ്ങോട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് എടുക്കാനായിട്ട് പോയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കാൻ പോയി. അപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് കഴുകണം, പിന്നെ മാറ്റിയിടണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടി അവിടെ നിന്ന് പോയി. അപ്പോൾ നമ്മൾ നേരെ ഇനി ഗ്യാരേജിൽ പോയിട്ട് ഗ്യാരേജിൽ നേരെ KSRTC സ്റ്റാൻഡിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരെ നടന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നടത്തത്തിന് നമ്മൾ 5-6 വട്ടം നടന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തോറ്റു. അങ്ങനെ ഗ്യാരേജിൽ നിന്ന് നേരെ നമ്മൾ നടന്ന് പോണ വഴിയാണെങ്കിൽ നിറച്ച് പട്ടികൾ. അവിടെ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്കി ഡ്രസ്സ് ഉള്ളവരെ കടിക്കില്ല, ബാക്കിയുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ച് പോകണത് നന്നായിരിക്കുന്നു. കാരണം കഴിഞ്ഞിട്ട് നാളെ എല്ലാവരും കൂടി ഇത് ഇത്തിരി ക്ലീനിങ് ഉണ്ട് കൊണ്ടുവരുന്നത്. ടിക്കറ്റ് വണ്ടി ചോദിച്ചാൽ ഞാനത് ആക്കുവാട്ടുണ്ടായിരുന്നു. അത് ടിക്കറ്റ് കഴിഞ്ഞിട്ട്
ഇവരെങ്ങനെ കയറി പോകണം എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ മുകളിലിരിക്കും? ഞങ്ങൾക്ക് ഓൾറെഡി ബുക്കിംഗ് ഉള്ള കാരണം കുഴപ്പമില്ല. അച്ഛൻ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാർമേഘങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വെളുത്ത് വരുന്നുണ്ട്. എന്നാലും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. ഇനി മഴ പെയ്യോ, ഇനി നമ്മൾ വഴിയിൽ പെടുമോ എന്നുള്ളത് ഉണ്ട്. ഒന്നാമത് നമ്മൾ ലേറ്റ്, അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ മഴയും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ പെടും. അത് കാരണം കുഞ്ഞാണെങ്കിൽ ലാസ്റ്റ് ഇരുന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അച്ഛൻ ബാക്കിൽ കൂടെ കയറി വന്നത്. അപ്പം അച്ഛൻ്റെ കയ്യിലിരിക്കേണ്ട ഒരു ടവലൊക്കെ തന്ന് അതുകൊണ്ട് തുടച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ട്രാവൽ അല്ലെങ്കിൽ നമ്മുടെ കറക്കം ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് എല്ലാവരോടും അടിയിൽ നിൽക്കണം, എല്ലാവരോടും ഒന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് അച്ഛനോടൊന്ന് ടാറ്റ പറഞ്ഞ് അച്ഛൻ ദാ നടന്നു പോകുന്നു ഡ്യൂട്ടിക്ക് കയറാനായിട്ട്. സമയം കഴിഞ്ഞു, എന്നാലും പോവാണ് കേട്ടോ. ഞങ്ങളൊന്ന് യാത്രയയപ്പ് അയച്ചിട്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി പോകാൻ പോണത്. അപ്പം നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കൈ പൊക്കുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് കമ്പിയൊക്കെ നോക്കിയിട്ട് പൊക്കി ഇടാനൊക്കെ പറഞ്ഞു. നമ്മുടെ സീറ്റ് നമ്പർ 17, 16, 15 അങ്ങനെയുള്ളൊരു ലെവലായിരുന്നു നമുക്ക്. അപ്പോൾ കുഞ്ഞിക്കാണെങ്കിൽ അബദ്ധം പറ്റിയ പോലെയായി. അപ്പുറത്തായിരുന്നു ഇരുന്നിരുന്നത്, വിൻഡോ സീറ്റ് കിട്ടിയില്ല. എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് അമ്മയുടെ ഒപ്പം ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ മുകളിലിരുന്നിട്ട് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ആദ്യം കുറേയേറെ ആകാംക്ഷകളുണ്ടായിരുന്നു. ഇനി എന്ത് കാണാം എന്നൊക്കെ. പക്ഷെ പോകും തോറും നമ്മുടെ ആകാംക്ഷ സാധാ ബസ്സിൻ്റെ പോലെ ആവുകയാണ്. അങ്ങനെ ഈ കറക്കത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് സ്പോട്ടിൽ പോയിട്ട് നമ്മളൊന്ന് ചായ കുടിച്ചിട്ട് നേരെ തിരിച്ച് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വരണം. ഇതാണ് ഇതിലെ ഒരു കറക്കം. അപ്പം കുറേ നേരം കണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബോറടിക്കെങ്കിലും. കാരണം ഇതിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ബ്ലൂടൂത്ത് സ്പീക്കർ എന്തോ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പാട്ട് അത് പണ്ടത്തെ പാട്ടുകളൊക്കെ വെക്കണം. അത് പണ്ടത്തെ പാട്ടായാലും കുഴപ്പമില്ല, കേട്ടിരിക്കാം. പക്ഷേ ഇതിപ്പോൾ ഒരു ഇപ്പോൾ പണ്ടത്തെ പാട്ടായാലും ഇപ്പം ഇടുമ്പോൾ ഒരു ഫീലൊക്കെ ഉണ്ടായില്ലേ, ആ പാട്ടല്ല അതിലിട്ടിരിക്കണത്. അത് കാരണം അതും ബോറടി. അപ്പം ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് അതിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഹെഡ്സെറ്റ് അങ്ങോട്ട് പോവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, എന്നാലും പോയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ടീ ടൈം ബ്രേക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് സ്പോട്ടിൽ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരിക. അതായിരുന്നു ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ടീ ഷോപ്പിൽ കയറിയിട്ട് ടീ കുടിച്ചിട്ട് നേരെ ബസ്സിൽ കയറി വീണ്ടും അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇതിലാണ് നിന്നിരുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ടീ ബ്രേക്ക് വേണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടും പിന്നെ കുടിച്ചിട്ടൊക്കെ വന്ന കാരണം ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ, കാരണം ടൈം പോവും. ടൈം കുറച്ച് നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടീ ബ്രേക്ക് അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാം അമ്മേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച സ്പോട്ടിൽ വേറെ ആൾക്കാർ വന്നിരുന്നപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഇരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ പഴംപൊരിയും പരിപ്പുവടയൊക്കെ കഴിയാറായപ്പോഴാണ് നമ്മുടെ ചായ എത്തിയത്. ചൂട് കടികളാണെന്ന് വിചാരിച്ചിട്ടാണ് കടികളൊക്കെ വാങ്ങിയത്. പക്ഷേ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, തണുത്തായിരുന്നു. പിന്നെ നമ്മൾ കടികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചായ സാധനം എത്തിയത്. അത് കുടിച്ച് കുഴപ്പമില്ല എന്ന് പറയും. കാരണം എനിക്ക് ചായ കുടിക്കുമ്പോൾ കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട്. കുറച്ച് കട്ടി വേണം, കുറച്ച് ചൂട് വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അതിലുണ്ടായിരുന്നില്ല. നോർമലായിട്ടുള്ളൊരു ചായ കുടിച്ച് നേരെ നമ്മൾ ബസ്സിൽ കയറി. ഇനി നമ്മൾ അടുത്തത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനൊന്നുമില്ല. ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്പോട്ട് കാണുന്നു, നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം, നമുക്ക് ഫോട്ടോ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ ഇതിലുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തി. പിന്നെ ഇതിലിപ്പം സെപ്പറേറ്റ് നമ്മൾ
എല്ലാവരും അറിയണവരല്ല, അത് കാരണം എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞു. ആൾ സ്വയം പരിചയപ്പെടുത്തി, നമ്മളെല്ലാവരും പരിചയപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് പാട്ട് പാടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ കുഞ്ഞോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ കുഞ്ഞ് പാട്ട് പാടുകയാണ്. കേട്ടോ. കുന്നിക്കൂലി കുത്തി നുള്ളി പറിച്ചിട്ടു പിന്നിക്കോരക്കൊരു മാലതിർന്ന നിങ്ങൾ കൂടാവിനെ പോലെ പോരാമോ എന്നോടിഷ്ടം കൂടാമോ എന്നെ കൂടാറില്ലല്ലോ എന്നെ കാലം കുഞ്ഞി ഈ പാട്ടുകളൊക്കെയാണ് പാടിയത്. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ നല്ല രസമുണ്ടെങ്കിൽ ഇതെനിക്ക് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് അവൾ കണ്ടോളും. അങ്ങനെ അവൾക്ക് കുറേ കയ്യടിയും നല്ല സപ്പോർട്ടൊക്കെ കിട്ടി. അവൾ അവിടെ ഇരുന്ന് അങ്ങനെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താൻ, അവളെ മാത്രമായിട്ടൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പോണ പോക്കാണ് അത് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഇതേപോലെ വന്ന് പരിചയപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. നമുക്ക് അവൾ പരിചയപ്പെട്ടത് കേൾക്കാം. അങ്ങനെ ആ പരിചയപ്പെടുത്തൽ കഴിഞ്ഞ് നേരെ ഫസ്റ്റിൽ നിന്ന് തുടങ്ങി കുറേ പേര് പരിചയപ്പെടുത്താനും പേരും എവിടുന്നാണ് വരുന്നത്, എന്താണ് ഈ ട്രിപ്പിൻ്റെ ഒരു ഒരു ഫീഡ്ബാക്ക് പറയാനൊക്കെ ആയിട്ട് നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഏകദേശം എല്ലാവരുടെയും കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് വൈകുന്നേരമായി തുടങ്ങി. അപ്പോൾ 8 മണിക്ക് ഈ ട്രിപ്പ് അവസാനിപ്പിക്കും. അപ്പോൾ കറക്റ്റ് 8 മണിക്ക് നമ്മൾ സ്റ്റാൻഡിലെത്തും, ട്രിപ്പ് അവസാനിപ്പിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ബസ് കിട്ടാനും വീട്ടിൽ പോകാനൊക്കെ ആയിട്ട് പകുതി പേരും മെട്രോൻ്റെ അവിടെ, അങ്ങനെ എനിക്ക് പേരൊന്നും അറിയില്ല, അവിടെയൊക്കെ ഇറങ്ങി. നമ്മൾ കറക്റ്റ് 8 മണിയായപ്പോൾ സ്റ്റാൻഡിലെത്തി. ഇനി സ്റ്റാൻഡിൽ കൊണ്ടിടാൻ പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാരേജിൽ പോകണം, അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ അച്ഛനൊന്ന് വിളിച്ചു, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് നമ്മൾ പോയ വണ്ടി. നൈറ്റ് ആകുമ്പോഴത്തേനും നല്ല ഫുൾ ലൈറ്റ് ഓൺ ചെയ്തിട്ട്, നമ്മൾ രാവിലെ കണ്ട കാരണം ഇതൊന്നും കാണാനായിട്ട് പറ്റിയില്ല. ഇനി നേരെ അച്ഛൻ്റെ അടുത്ത് ഗ്യാരേജിൽ പോകണം. ഗ്യാരേജിൽ പോയെന്ന് നേരെ വീട്ടിലേക്കല്ല, റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. നമ്മളിപ്പം ചായ മാത്രമല്ലേ കുടിച്ചുള്ളൂ. അങ്ങനെ അച്ഛനെ കാണാനായിട്ട് എങ്ങനെയുണ്ട് ട്രിപ്പൊക്കെ എന്നൊക്കെ ചോദിച്ചു. അടിപൊളി ട്രിപ്പായിരുന്നു. കാരണം
ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കറിൽ കയറുന്നത്. അങ്ങനെ ഗ്യാരേജിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് നേരെ നമ്മളെ റൂമിൽ പോവാണ് കേട്ടോ. റൂമിൽ റൂം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് റൂമിൻ്റെ കീ പൂട്ടിയിട്ട് എൻ്റെ ബാഗിൽ വെച്ചത്. അപ്പോൾ അത് എവിടെയെന്നുള്ള ഒരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻ. സാധനമാണെങ്കിലും തപ്പിയിട്ടും കാണുന്നില്ല. അങ്ങനെ ലാസ്റ്റ് കിട്ടി. അപ്പോൾ നമ്മൾ റൂം എടുത്തത് നമ്മുടെ KSRTCയുടെ അടുത്ത് അഷ്ടപടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഹോമായിരുന്നു. ഒരു സിംഗിളായിട്ടൊരു റൂം നമുക്ക് 3 പേർക്കും കൂടെ ഉള്ളതായിരുന്നു. അങ്ങനെ റൂമിൽ വന്ന് എല്ലാവരും റെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. കാരണം അത്രയും വയ്യാണ്ടായി. പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ നല്ലൊരു സമാധാനത്തോടു കൂടി നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു സമാധാനം ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ ഡോറ് നമുക്ക് തുറന്നിടാൻ പറ്റില്ല. അവിടെ ആരും ഇല്ല. പക്ഷെ ഡോറ് നമുക്ക് തുറന്നിട്ട് പുറത്തത്തെ കാറ്റും കൂടി കൊണ്ടാലേ നമുക്കൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ തിരുവോണത്തിന് ഉണ്ടാക്കിയ സംഭവങ്ങൾ അല്ലെങ്കിൽ കറികളൊക്കെ കൂട്ടിയിട്ട് ആണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാണ് ഈ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചത്. കാരണം ഇത്രയും നല്ല പ്ലേറ്റുകൾ